അനുയോജ്യമായ ഒരു ജോലി നോക്കിയിട്ട് ഇതുവരെയും ലഭിച്ചിട്ടില്ല. അതിന്റെ പേരിൽ വല്ലാത്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ കച്ചവടം, ജോലികൾ അതിൽ വലിയ ബറക്കത്തുകൾ നൽകിയെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ ആ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ മതിയാവും. ആ ഖുർആനിനെ നമ്മൾ മുറുകെ പിടിച്ചാൽ അള്ളാഹുവെ അവിടുന്ന് നമുക്ക് വേണ്ടുന്ന ജോലികൾ അള്ളാഹു തആല ഓരോ മനുഷ്യനെയും ഇവിടെ പടച്ചിട്ടുണ്ടെങ്കിൽ അവനിക്കുള്ളതായ സമ്പാദ്യം, അവനിക്കുള്ളതായ എല്ലാ കാര്യങ്ങളും, അവന്റെ ഭക്ഷണം, അവന്റെ മക്കള്, അവന്റെ ഭാര്യ, അവന്റെ കുടുംബം എല്ലാം അള്ളാഹു തആല ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചു, ശരിയാണ്. ആ പഠിച്ചതനുസരിച്ച് നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം. എനിക്ക് ജോലിയില്ല എന്ന് പറഞ്ഞാൽ ജോലി വരില്ല. ആ ജോലിക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടണം. ആ ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണം, ഇറങ്ങിത്തിരിക്കണം. അപ്പോഴാണ് നമുക്ക് ജോലി കിട്ടുന്നത്. അല്ലാഹുവേ, എവിടുന്ന് പരാതികളും പരിഭവങ്ങളും പറയുന്നവരോട് അല്ലാഹുവേ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഓതാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് ഓതിയാൽ അതാ ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒരു ചെറിയ സൂറത്താണ്. ആ സൂറത്തിന് വല്ലാത്ത പ്രത്യേകതയാണ്. അല്ലാഹുവേ, അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിന് അവിടുന്ന് ഓതിക്കൊടുക്കുകയാണ്. ഈ സൂറത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയുമോ? അറബികളുടെ കച്ചവടത്തെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ അവിടുന്ന് പറയുന്നത്. ശൈത്യകാലത്തിലും വേനൽക്കാലത്തിലും അവർ കച്ചവടം ചെയ്യുമല്ലോ. അല്ലാഹുവേ, പല കാലങ്ങളും മാറി വരുമ്പോൾ, അല്ലാഹുവേ ഒരുപാട് കാലങ്ങൾ അവിടുന്ന് മാറി വരുമ്പോൾ ആ കാലങ്ങളിൽ മുഴുവനും അവരതാ കച്ചവടം ചെയ്തതിനെ സംബന്ധിച്ചോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്. ഒരു ചെറിയ സൂറത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ സൂറത്ത് നിങ്ങൾ എല്ലാ ദിവസവും പാരായണം ചെയ്താൽ അല്ലാഹുവേ മഹത്തുക്കൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. നമുക്ക് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളെ ബുദ്ധിമുട്ടണ്ട. ആ ജോലി നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഏതാ സൂറത്ത് എന്നറിയുമോ? അല്ലാഹുവേ മഹത്തുക്കൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ഈ ചെറിയ സൂറത്ത് നിങ്ങൾ ദിവസവും ഓതിയാൽ അനേകമാകുന്ന പ്രതിഫലമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒന്നാമതായി ഇവിടുന്ന് പറയുകയാണ്, ഒന്നാമത്തെ പ്രതിഫലം എന്താണെന്നറിയുമോ? ഞാൻ ഈ പറയാൻ പോകുന്ന സൂറത്ത്, ഈ ചെറിയൊരു സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അല്ലാഹുവേ, അവിടുന്ന് മഹത്തുക്കൾ പറയുകയാണ്, അല്ലമാന മിനൽ ഖൗഫി വദ്ദഅരി. ഒന്നാമതായി നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ആ സൂറത്ത് ഓതിയാൽ അമാനത്ത് ലഭിക്കുകയാണ്. അല്ലാഹു തആല നിന്റെ ഹൃദയത്തിൽ നിന്ന് പേടി അല്ലാഹു തആല ഊരിക്കളയുകയാ. നിനക്ക് പിന്നെ ഹൃദയത്തിൽ പേടിയില്ല. ഒരു ടെൻഷനുകളും നിന്റെ ഹൃദയത്തിലേക്ക് അവിടുന്ന് കടന്നു വരികയില്ല. റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്ത ആയത്താണ്, സൂറത്താണ്. മഹത്തുക്കൾ അവിടുന്ന് പറയുകയാണ്, ഇത് നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ നിന്റെ ഹൃദയം വല്ലാതെ ശാന്തമാവുകയാണ്. നിന്റെ വീടിന്, നിന്റെ ശരീരത്തിന്, നിന്റെ വീടിന് അല്ലാഹു തആല അവിടുന്ന് നിർഭയത്വം തരുകയാണ്. നിന്റെ ഹൃദയത്തിലുള്ള ഭയത്തെ അല്ലാഹു നീക്കിക്കളയുകയാണ്. നിന്റെ വസ്വാസിനെ അല്ലാഹു നീക്കിക്കളയുകയാണ്. മാത്രമല്ല റസൂലുള്ളാഹി തങ്ങള്, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ? അൽബറകതു ഫീ തുആമി വറിസ്ഖി. നിന്റെ ഭക്ഷണത്തിൽ നിന്റെ വിശാലത നൽകുന്നതാണ്. ഭക്ഷണത്തില്, അതേപോലെ റിസ്ഖില്. റിസ്ഖ് എന്ന് പറഞ്ഞാൽ നിന്റെ ജോലിയില്, നിന്റെ കച്ചവടത്തില്, നിന്റെ ഏത് തൊഴിൽ മേഖലകളാണോ ആ മേഖലയിലല്ല അല്ലാഹു നിനക്ക് വല്ലാത്ത ബറക്കത്ത് അവിടുന്ന് ലഭിക്കുകയാണ്. മഹത്തുക്കൾ പറയുകയാണ്, ഈ സൂറത്ത് നിങ്ങൾ ഓതുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണോ, വെള്ളത്തിന് വേണ്ടിയിട്ടാണോ, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ സൂറത്ത് ഓതുന്നതെങ്കിലോ ആ ജോലി നിങ്ങൾക്ക് വലിച്ചു കൊണ്ടുവരപ്പെടുമെന്ന് മഹത്തുക്കൾ അവിടുന്ന് പറയുകയാണ്.
എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ പ്രയാസങ്ങളും അവിടുന്ന് മാറി നമ്മളെ സംശുദ്ധമാക്കുകയാണ്. പിന്നൊരു പ്രയാസമില്ല, പിന്നൊരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ ഈ നിരന്തരമായിട്ട് ഈ സൂറത്ത് ഓതിയാൽ കിട്ടുന്നതാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാത്രമല്ല ദാരിദ്ര്യത്തെ തടയും, ദാരിദ്ര്യമില്ലാതാകും. വിശപ്പിനെ, ദാഹത്തിനെ, പേടിയെ, എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ടോ അതിനെ എല്ലാം അവിടുന്ന് തട്ടിമാറ്റുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് വെറുതെ പറയുന്നതല്ല, ഇത് വെറുതെ പറയുന്നതല്ല. നിസ്കാരം കഴിഞ്ഞിരുന്നിട്ട് അവിടുന്ന് ഓതണം. ഏത് സൂറത്താ? അല്ലാഹുവേ അവിടുന്ന് മഹത്തുക്കൾ പറയാ, സൂറത്തു ഈലാഫി, ലീലാഫി എന്ന് പറയുന്ന സൂറത്ത്. ലീലാഫി ഖുറൈശിൻ ഈലാഫിഹിം റിഹ്ലതശ് ശിതാഇ വസ്സൈഫ് فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ ഒരു സൂറത്ത്, ചെറിയ സൂറത്ത്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൂറത്താ. എല്ലാ നിസ്കാരത്തിന് ശേഷം ഇരുന്ന് ഒരു 100 പ്രാവശ്യം നിങ്ങൾ ഓതി നോക്കിക്കേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ജോലി നിങ്ങളുടെ മുന്നിൽ വരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഓതാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതാ പണി, ഓതാനാണ് പണി. ആദ്യമത്തെ ഒരു ദിവസം നമ്മൾ ഓതും, രണ്ടാമത്തെ ദിവസം നമുക്ക് മടി പിടിക്കും, അല്ലെ? ആദ്യത്തെ ഒരു ദിവസം നമ്മൾ ഓതും, പിന്നെ നമുക്ക് മടിയാ, ഓതാൻ പറ്റില്ല, ശൈത്താൻ നമ്മളെ കൊണ്ട് ഓദിക്കില്ല. അതാണ് ഖുർആനിന്റെ ഒരു പ്രത്യേകത. ഖുർആൻ നമ്മൾ ഓതാൻ നോക്കും, ആവേശത്തോടെ ചിലപ്പോൾ ഒരു 10 പേജ് നമ്മൾ ഓതും. എന്നിട്ട് നമ്മൾ എന്താ കരുതറിയോ? അൽഹംദുലില്ലാ, നാളെ ഒരു 20 പേജ് ഓതണം. നാളെ ഒരു 20 പേജ് പോയിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പേജ് നീ ഓതില്ല, ഒരു പേജ് നീ ഓതില്ല. കാരണം ഇബ്ലീസ് നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കില്ല. അതിനുള്ള ഈമാൻ നമുക്ക് വേണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.